തോമസിലേക്ക് പോകാം. നിതിൻ, എങ്ങനെയാണ് പത്തനംതിട്ടയിലൊക്കെ ഫുട്ബോളിന്റെ നമ്മളിപ്പോ കൊച്ചി, കോഴിക്കോട്, മലപ്പുറം ഒക്കെയാണ് എപ്പോഴും ഇങ്ങനെ ഉയർന്നു നിൽക്കുക. പത്തനംതിട്ടയിൽ നിന്ന് അത്ര മോശമല്ല. പത്തനംതിട്ടയില് ലോകകപ്പിന്റെ ആവേശം വളരെ വലുതാണ്. അത് ഒരു ജെൻസി ആഘോഷമാണ്, യൂത്തന്മാരുടെ ആഘോഷമാണ്. എന്റെ പിന്നിൽ ഈ കാണുന്നത് പോലെ തന്നെ മൊത്തം യുവാക്കളാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. MLA ഫാൻസ് പാർക്കാണ്. ആര് കപ്പ് ഉയർത്തും? അവൻ പോർച്ചുഗൽ വഴി സ്പെയിനിലേക്ക് വന്നതാണ്. നമ്മുടെ MLA ഉണ്ട്. ആര് കപ്പ് ഉയർത്തും? മുൻതൂക്കം അല്ല, ആര് കപ്പ് ഉയർത്തും? ഗോള് കൂടുതൽ അടിക്കുന്ന ആള്. ആദ്യം ആരാണ് ഗോൾ അടിക്കുന്നത് അയാൾ കപ്പടിക്കും. ആദ്യം അർജന്റീന ഗോൾ അടിച്ചാൽ അർജന്റീന കപ്പടിക്കും. ആദ്യം സ്പെയിൻ ഗോൾ അടിച്ചാൽ സ്പെയിൻ കപ്പടിക്കും. നമ്മളാരെ സപ്പോർട്ട് ചെയ്യുന്നത്? ഞങ്ങള് ബ്രസീൽ ഫാൻസ് ആണ്. ഞങ്ങളുടെ ടീം പോയല്ലോ, അതുകൊണ്ട് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് തീരുമാനിക്കാന്നാണ് MLA പറയുന്നത്. ഇപ്പൊ എന്തായാലും MLA ബ്രസീൽ ഫാൻസ് ആയിരുന്നു. ആര് കപ്പടിക്കും? പോർച്ചുഗലോ കപ്പടിക്കുന്നു? അവൻ ഇതുവരെയായിട്ടും മെസ്സി തൂക്കും. ജയിക്കും. അവൻ ഇതുവരെയായിട്ടും പോർച്ചുഗല് ഔട്ടായത് അറിഞ്ഞിട്ടില്ല. അവൻ ഇപ്പോഴും പോർച്ചുഗലിൽ അടിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ആരായിരിക്കും കപ്പ് നോക്കുന്ന? ആരായിരിക്കും? എങ്ങനെയുണ്ട് ലോകകപ്പിന്റെ ആവേശം? എങ്ങനെയുണ്ട്? അപ്പം ഇവിടെ മൊത്തം യൂത്തന്മാരാണ്. യൂത്തന്മാരുടെ MLAയും അവരോടൊപ്പം ഉണ്ട്. എന്തായാലും ലോകകപ്പിന്റെ ആവേശം പത്തനംതിട്ടയിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ചു നേരമായിട്ട് DJ കാര്യങ്ങളൊക്കെ നടക്കുകയായിരുന്നു. കൃത്യം 12:30 തന്നെ ഇവിടെയും ഈ ഫാൻ പാർക്കിൽ ഈ ലോകകപ്പിന്റെ ആവേശം ഉയർന്നതായിരിക്കും. അതിനു മുമ്പ് തന്നെ ഇവിടെ നിറച്ചും ആള് തിങ്ങിക്കൂടിയിരിക്കുകയാണ്. ഇവിടോട്ട് നോക്കിയാൽ നമുക്ക് കാണാം മൊത്തം യുവാക്കളുടെ ആവേശമാണ്. യുവാക്കൾ മാത്രമല്ല, അവരോടൊപ്പം തന്നെ പല ആളുകളും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയവരും ഒക്കെ തന്നെയുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ പത്തനംതിട്ടയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് യുവാക്കളുടെ ഒരു വലിയ നിര തന്നെയാണ്. ആരെ കപ്പടിക്കുന്ന? അർജന്റീന ഫാൻസ് ആണ് കൂടുതലെന്ന് തോന്നുന്നു. സ്പെയിനെ സപ്പോർട്ട് ചെയ്ത് ആരും കണ്ടില്ല. പോർച്ചുഗലിനെ വരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ വന്നായിരുന്നു. പക്ഷെ ആരുമില്ലേ? സ്പെയിനെ സപ്പോർട്ട് ചെയ്ത ആരുമില്ലേ? സ്പെയിൻ കപ്പടിക്കും. അവനാ ഒരു ഒറ്റയാൾ പോരാട്ടത്തിൽ അവനവിടെ നിപ്പുണ്ട്. സ്പെയിനെ കപ്പടിക്കും എന്ന് പറഞ്ഞിട്ട്. ബാക്കി മൊത്തം ഒരു അർജന്റീന ഫാൻസ്. സ്പെയിൻ ജയിക്കും. അപ്പൊ സ്പെയിനും ആരാധകരുണ്ട്. അർജന്റീന വാമോസ് മെസ്സി. അപ്പൊ ഒരാള് സ്പെയിൻ പറഞ്ഞാൽ ഒരാൾ തിരിച്ച് അർജന്റീന പറഞ്ഞിരിക്കും. എന്തായാലും മുൻതൂക്കം അർജന്റീനയ്ക്കാണെന്ന് തോന്നുന്നു. നാലാമത്തെ സ്റ്റാർ. അടിപൊളി. അപ്പൊ പത്തനംതിട്ടയിൽ നല്ല തകർപ്പൻ DJ ഒക്കെ ആയിട്ട് ഇങ്ങനെ പിള്ളേര് തകർത്തോണ്ടിരിക്കുകയാണ്. നേരത്തെ നിതിൻ പറഞ്ഞ പോലെ ജെൻസിയാണ് അവിടെ. അബിൻ വർക്കി MLA ഒക്കെ ഉണ്ട് കുട്ടികളുടെ ഒപ്പം. നേരത്തെ അബിൻ നമ്മുടെ സൂപ്പർ പ്രൈം ടൈമിലൊക്കെ പങ്കുചേർന്ന് ഈ പ്രതീക്ഷകളൊക്കെ പങ്കുവെച്ചിരുന്നു. നേരത്തെ കോഴിക്കോട് നിന്നൊരു മിടുക്കൻ പറഞ്ഞ പോലെ അങ്ങ് റൊസാരിയോയിൽ തെക്കാൻ തുടങ്ങിയിട്ടുണ്ട് 4ാമത്തെ നക്ഷത്രം എന്നാണ്. അപ്പൊ അത്രയും ആവേശത്തോടെ ഉറപ്പോടുകൂടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത്.